ഹലോ ഗായ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം റെസ്റ്റോ ഗെയിമിംഗ് ആണ്. നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട് ഗായ്സ്, ദി ബേബി യെല്ലോ പാർട്ട് 2 വീഡിയോ ആയിട്ട്. അപ്പോൾ മറക്കാതെ എല്ലാവരും വീഡിയോ ഫുള്ളും വാച്ച് ചെയ്യുക. അപ്പോൾ വേറെ ഒന്നും പറയാനില്ല, നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുവാണ്. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഗായ്സ്. എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ്, 300 സബ്ബാണ് ഗായ്സ്. അപ്പോൾ മാക്സിമം എല്ലാവരും സബ് അടിച്ച് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഗായ്സ് വേറെ ഒന്നും പറയുന്നില്ല, നമ്മൾ വീഡിയോയിലോട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്ക്. നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇപ്പോൾ ഗൈസ് നമ്മൾ ഡേ 2 ആണ്. നമ്മൾ ഡേ 1 കളിച്ച് കംപ്ലീറ്റ് ആക്കിയായിരുന്നു. അപ്പോൾ ഇത് ഡേ 2 ആണ്. എന്താ പറയുക, ഡേ 1 കണക്ക് തന്നെയാണ് ഗൈസ്. ഡേ 1 എന്ന് തോന്നുന്നു, വേറെ കുഴപ്പമൊന്നുമില്ല, നോർമലാണ്. അവിടെ ചെറുക്കം ദിവസം സോഫയിലിരിപ്പുണ്ട്, കണ്ട് ചിരിച്ചുണ്ടാക്കിയിരിക്കുന്നുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നു. ഇനി ഡേ 2 ആയതുകൊണ്ട് ഇനി എന്തൊക്കെ സംഭവിക്കുന്നില്ല പറ്റുമല്ലോ ഗൈസ്. പറഞ്ഞു തീരുന്നുമ്പ് ഇതാ തുടങ്ങിയിട്ടുണ്ട്. ഡേ 2 തുടക്കത്തിൽ ഒരു എന്താ പറയുക, ഒരു ഭയപ്പെടുത്തുന്ന രീതിയിൽ തുടങ്ങിയിട്ടുണ്ട്. ഭയപ്പെടുത്തുന്നതല്ല ഗൈസ്, നമുക്കൊക്കെ ഇതൊക്കെ എന്ത്, ആ കുപ്പി കണ്ടുപിടിക്കണം എന്നാണ് അവർ പറയുന്നത്. നമുക്ക് കുപ്പി ഇവിടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാം ഗൈസ്. നമ്മളെന്തായാലും ഡേ 2 ഒക്കെ നമുക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കാൻ നോക്കാം. കാരണം ഇനിയും കുറേ പോകാനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോ വാച്ച് ചെയ്തായിരുന്നു, വേറൊരു ചാനലിൽ വാച്ച് ചെയ്തായിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, എപ്പിസോഡ് എത്ര ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നോക്കിയായിരുന്നു. അപ്പോൾ ഒരുപാടുള്ളതുകൊണ്ട് നമ്മളെന്താ പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കാൻ നോക്കുന്നുണ്ട്. പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കണമായിരിക്കും നല്ലത് ഗൈസ്. പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കണമെന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല ഗൈസ്. എന്താ പറയുക, ഇത് തന്നെ കുറേ എപ്പിസോഡ് ഉള്ളതുകൊണ്ട് ഈ വീഡിയോ അങ്ങ് നീണ്ടങ്ങ് പോകും. അപ്പോൾ ഇത് കാണുന്നവർക്കും ഒരിത് തോന്നും. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇത് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് വേറെ ഗെയിമിൻ്റെ വീഡിയോസ് ഇങ്ങനെ ഇടാം, അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കാം. കണ്ട ഗൈസ്, നിങ്ങളെ ശ്രദ്ധിച്ചോ, ചട്ടി ഇറങ്ങി ഓടെയായിരുന്നു. ഇതുവരെയും നോക്ക്, ചെറുതായിട്ടൊന്ന് ഹീറ്റായി ഗൈസ്. ഞാൻ ഓടുന്നു, നോക്ക്, ചില്ല ഓടുന്നു. ഇവിടെ ദോരി കഥ പടച്ചിടാം. നമുക്ക് കഥകളൊക്കെ തുറന്നു തുടങ്ങിയാൽ ഓടിക്കുക. നമുക്ക് അതിനെ ഫോളോ ചെയ്യാം ഗൈസ്. അത് എന്തൊക്കെ ചെയ്യുമെന്ന് നോക്കാം. ബേബിയുടെ റൂമിൽ കയറിയിട്ടുണ്ട്. എവിടെ 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 ദൂരൊക്കെ പോകണു, മണ്ട കൂടെ ഒക്കെ ചാടിപ്പോണു ഗൈസ്. എവിടെ കയറി, ഏതാ റൂം ഗൈസ്? ഇത് അടച്ചിട്ടിരുന്ന റൂമാണോ? തന്നെ ഇത് അടച്ചിട്ടിരുന്ന റൂമാണ് കേട്ടോ. ഞാൻ അതല്ല അളിച്ചോണ്ടിരിക്കണേ. ആ കിളിഞ്ഞ് ഒട്ടി, ചെമ്പരിലൊട്ടി ഗൈസ്. നമുക്ക് എടുത്തുകൊണ്ട് അതിൻ്റെ ഷട്ടിക്കകത്ത് കൊണ്ടിടാം. നമ്മളെ എന്താ പറയുക, ബാഡ് വാക്കുകളൊന്നും ഉപയോഗിക്കുന്നില്ല. ചിരിച്ചോ, അത് അവിടെ നിന്ന് ഊരിപ്പോകാതെ നോക്കുമോ? എനിക്ക് എല്ലാവരും നിൻ്റെ എന്തുണ്ടായേ? ചീർക്കൻ്റെ കുരുത്തൊക്കെ ഉണ്ട, കണ്ണു നോക്കാം അവൻ്റെ. ഇവിടെ കിടന്നോ, ഇനി അവിടെ നിന്ന് എണീക്കില്ല. കഥ വായിച്ചെടുക്കാം ഗൈസ്, ഇന്നലത്തെ പോലെ. അപ്പോൾ ഇന്ന് നെക്സ്റ്റ് വേറെ കഥയാണ്, നമുക്ക് കഥ കേൾക്കാം കുറച്ച് നേരം. When the rabbit came to visit, the prince said, "Time to play." But his big red eyes, they scared her, and she didn't want to stay. Quickly towards the exit, the tiny rabbit hopped. The prince ran right behind her and screamed she must be stopped. എന്തുവാ, എന്തൊക്കെയാ നടക്കുന്ന ഇവിടെ? ഞാനാണെങ്കിൽ കഥ കേട്ടങ്ങ് ഫ്ലോയിലങ്ങ് പോയതാ. ചെറുക്കാൻ അനുവദിക്കൂല. പാവത്തവൻ എണ്ണാക്കിലിട്ട് കൊടുക്കാം. ഇതിലേതെടുക്കാം, മൊയിലെടുക്കാം. വേണ്ട. ആഹാ, അനങ്ങാൻ പറ്റുന്നില്ലല്ലോ. പേടിപ്പിക്കുന്നതാണോ? അങ്ങനെ അനുസരിച്ചില്ലല്ലോ.
ഓക്കെ സെറ്റായി. ഞാൻ വിളിച്ച് എന്താ പറയുക, അപ്പോൾ നമ്മൾ വല്ല കടിക്ക് കൊല്ലി എല്ലാം ചെയ്യുമെന്ന്. ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്ക് അവൻ്റെ ഉണ്ടാക്കി കൊണ്ടിട്ടില്ല. ചിരിക്കുന്നുണ്ട് ഗൈസ്, ചിരിക്കുന്നുണ്ട്. നമുക്ക് ഡോറടിച്ച് ഇന്നലത്തെ പോലെ പോയി TV ഉണ്ട്, ഇവിടെ ഇരുന്ന് കാണാം. നമ്മളെ പോയി TV കാണാൻ പോവുകയാണ്. ഇന്നത്തെ പോലെ കരയോ അയക്കോ പേടിയ. ഇതെല്ലാം അവരെടുക്കാൻ പറഞ്ഞ പിന്നെന്തുവാ. രണ്ടാമതെടുത്ത് വായിച്ച് കേൾപ്പിച്ചു കൊടുക്കാൻ. ഞാൻ വിചാരിച്ച് അവിടെ ഇരിക്കുന്ന റേഡിയോ ഉണക്കി കൊടുക്കാൻ. കഥയൊക്കെ Through dark corridors he chased her. Hop, hop, hop. A relentless, futile flight. Hop, hop, hop. Round and round inside the palace, in and out of space and sight. Hop, hop, hop. The prince, he couldn't catch her. His heart was filled with wrath. The rabbit slipped right out the door and vanished down the path. The prince cried out, "I need new friends. More, now, another." "I'll bring you some, don't worry now," replied his loving, caring mother. അങ്ങനെ കഥ കഴിഞ്ഞു ഗൈസ്. നമ്മളെ പയ്യെ ഉറങ്ങിയെന്ന് തോന്നുന്നു. പയ്യെ ഉറങ്ങിയിട്ടുണ്ട്. കൂർക്കം വലിച്ചൊക്കെ കിടന്നുറങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്താ പറയുക, കഥ അടച്ചിട്ട് പോകുന്നതിന് മുമ്പ് ഈ പൂച്ചേനെ കൂടെ കൊണ്ടിട്ട് കൊടുക്കുക. അതും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിക്കോട്ടെ. ഇതൊന്നും എടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാട്ടെ. ഉള്ളതുകൊണ്ട് ഓണം പോലെ ഉള്ളത് കൊണ്ട് കിടക്കട്ടെ. നമുക്കങ്ങ് ചലിച്ചേക്കാം. ഇനി അവിടെ പോയിരിക്കുക, കിടന്നുറങ്ങുക. അതിന് ഈ റൂം എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് വാച്ച് ചെയ്യാൻ കഴിയും. അത് വെട്ടം കാണുന്ന ഫോൺ വല്ലതാണ്. അലാറമാണ് ഗൈസ്. വേറെ എടുക്കാൻ പറ്റുമോ? ഡോർ ഇതിനകത്ത് എന്തെങ്കിലും നോക്കാം. ഇതൊക്കെ അടങ്ങിയിരിക്കുന്നുള്ളൂ. ഫയലാണ് കണ്ടാണ് തോന്നണേട്ടാ. ഫയൽസ് കാര്യങ്ങളെല്ലാം ആയിരിക്കും. നമുക്കറിയത്തില്ല. നമുക്ക് അതൊന്നും തൊടേണ്ട ആവശ്യമില്ല. അടയൊന്നുമില്ല. പുല്ല് അച്ഛമ്മ തുറന്നു. വാതിലൊക്കെ അടിച്ച് പൊട്ടിച്ചിട്ടേക്ക് നോക്കി. ആണിയൊക്കെ അടിച്ച് വെച്ചേക്കുന്നു. എന്തോ കൊലപാതകം നടന്ന വീട് കണക്കുണ്ട്. ചിറ്റിയേല് കത്തിരിക പടം നോക്ക്. കൊച്ചിനടച്ച് വെച്ചോണ്ട് നോക്കണം കേട്ടോ. ഇതെന്തുവാ? ഇനി എമർജൻസി ബ്രേക്ക് ഗ്ലാസ്. ഓക്കെ, എമർജൻസിയാണ് കേട്ടോ. എന്തോ ഒരു എമർജൻസി വരുമ്പോൾ ഉപയോഗിക്കാനുള്ള സാധനമാണ്. നമുക്ക് വീണ്ടും ഒരു പൂച്ചയും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇത്രയൊക്കെ തന്നെയാണ് ഈ റൂമിലുള്ളത്. നമുക്ക് ഒന്ന് താഴെ പോയി എൻഡ് ചെയ്യാൻ നോക്കാം. പെട്ടെന്നൊന്ന് താഴെ പോയി, അതായത് ഈ എപ്പിസോഡ് എൻഡ് ചെയ്യാൻ നോക്കാം. എന്നിട്ട് നമുക്ക് പാർട്ട് 3 നമ്മൾ ഡേ നൈറ്റ് 3 നമ്മളെ എപ്പിസോഡ് ഇറക്കും. അതും എല്ലാവരും ഇതേപോലെ സപ്പോർട്ട് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അതിന് മുമ്പേ ഇത് ഓർഡർ വന്നിട്ടുണ്ട്, ഇപ്പം നോക്കാം. നമ്മൾ ആദ്യത്തെ TV കണ്ടതില്ല ഗൈസ്. ആദ്യം നമ്മൾ പാവന്ന് വീണുണ്ടോ? പാവ നോക്കട്ടെ. കീറി വെച്ചേക്കണം കേട്ടോ. പഞ്ഞിയൊക്കെ വഴി കിടക്കണേ. ഡോർ ഉറക്കാൻ പറ്റുന്നില്ല, അപ്പോൾ അതവിടെ കിടക്കട്ടെ. നമുക്കെന്തായാലും ആ ഓർഡർ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്താണെന്ന് നോക്കാം. ഓർഡർ നോക്കട്ടെ ആദ്യം. ഓർഡർ എടുക്കാൻ പറ്റുന്നില്ല ഗൈസ്. എൻഡ് ചെയ്യാം. നമ്മൾ ഉറങ്ങാൻ പോവുകയാണ്. ചേട്ടൻ കരഞ്ഞു വിളിക്കുന്ന അറിയത്തില്ല. ഫാമിലി ഉറങ്ങി ഗൈസ്, ഉറങ്ങി. അപ്പോൾ പാർട്ട് 2 ഇത്രയൊക്കെയാണ് ഗൈസ്. അപ്പോൾ ഇനി എന്തായാലും പാർട്ട് 3 ഉറപ്പായിട്ടും എന്തായാലും മറക്കാതെ അതിനെല്ലാം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോസിൽ അങ്ങനെ ആരും കമൻ്റ് ഒന്നും ഇടാറില്ല. അപ്പം കമൻ്റ് ഇടാൻ താല്പര്യമുള്ളവർക്ക് കമൻ്റ് ഇടാം. പിന്നെ ഞാൻ എൻ്റെ ഡിസ്കോഡ്, ഇപ്പോൾ സാമ്പാർ വീഡിയോസിന് ഇടാറുണ്ടല്ലോ, അപ്പോൾ അതിൽ ഞാൻ ഒരു ഡിസ്കോഡ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സാമ്പാർ ടിയിൽ കയറണമെന്ന് താല്പര്യമുള്ളവർക്ക് ആ ഡിസ്കോഡിൽ ഒന്ന് മെസ്സേജ് ഇടാം. അപ്പം അവർക്ക് എന്താ പറയുക, PC ഇല്ലാത്തയും
ലാപ്പും ഇല്ലാത്തവരായിരിക്കും. അപ്പോൾ പി സിയും ലാപ്പും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഫോണിൽ എങ്ങനെയാണ് കളിക്കേണ്ടതുള്ള കാര്യവും നമ്മൾ ഡി സി കൂടെ സെറ്റാക്കി കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ കളിക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഡി സിയിൽ മെസ്സേജ് ഇടുക ഗൈസ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡി സി ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ നമ്മൾ എല്ലാം കളിക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ബാക്കിയുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ റീൽസിലിടുന്നതായിരിക്കും. സാമ്പാറപ്പിയെക്കുറിച്ചുള്ള കാര്യങ്ങളും അതിനെക്കുറിച്ചുള്ള ബാക്കിയുള്ള കാര്യങ്ങളും റീൽസിലിടുന്നതായിരിക്കും. അപ്പോൾ കളിക്കണമെന്നുള്ള താല്പര്യമുള്ള ആൾക്കാർ ജസ്റ്റ് ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ ഡി സി ലിങ്ക് കൊടുത്തേക്കാം, അതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയുടെ വെച്ച് എൻഡ് ചെയ്യുകയാണ്. അപ്പം മറക്കാതെ എല്ലാവരും ലൈക്ക് അടിക്കൂ, ഷെയർ ചെയ്യൂ, സബ് അടിക്കൂ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.